പ്ലീസ് സംസാരിക്കേ. മോള് സംസാരിച്ചേ. നല്ല കുട്ടിയല്ലേ അഷി, നീ എന്തായി കാണിക്കുന്നേ? ഓ വന്നോ നാശം. നീ എന്തിനാ മോളെ കൊണ്ട് താരയോട് സംസാരിപ്പിക്കാൻ ശ്രമിക്കുന്നേ? ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. നീ അതിൽ ഇടപെടണ്ട. അഷി വേണ്ട. ആ താരയുമായുള്ള കമ്പനി നിനക്ക് ദോഷം ചെയ്യും. അത് വേണ്ടെന്ന് വെക്കുന്നതാ നിനക്ക് നല്ലത്. അല്ല, ഇതൊക്കെ പറ നീ ആരാടി? ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് താമസിച്ചിട്ട് എന്നെ ഉപദേശിക്കാനേ നീ ആയിട്ടില്ല. ഞാൻ ആരോ ആയിക്കോട്ടെ, പക്ഷെ ധ്വനിമോളെ കൊണ്ട് വേണ്ടാത്തതൊക്കെ ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് നീ കൊച്ചിന്റെ അമ്മയൊന്നും അല്ലല്ലോ. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ അത് ഇവൾക്ക് വേണ്ടി തന്നെയാ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. ആണോ മോളെ? മോള് പറഞ്ഞിട്ടാണോ താരയെ വിളിച്ചത്? അപ്പൊ അച്ഛനെ വിളിച്ചു കൊടുക്കാന്ന് പറഞ്ഞാണ് ഈ നാടകം. കഷ്ടമാണ് അഷി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അതിലൊന്നും നീ ഇടപെടണ്ട. വാ മോളെ. അമ്മേ, അമ്മ ഇവിടെ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? എന്താ അഷി? ഞാൻ അമ്മയുടെ മരുമകള് തന്നെയല്ലേ. എന്നെ ആരും ഒന്നും പറയാതെ നോക്കേണ്ടത് അമ്മയല്ലേ. അതിനിപ്പോ നിന്നെ ആരെന്ത് പറഞ്ഞുന്നാ? ആ ദുർഗ അവളെന്നെ നാണം കെടുത്തി. എന്തിന്? അത് പിന്നെ അഷി, അവൾ ആരാ എന്നെ ചീത്ത പറയാൻ? അവൾക്ക് ഈ വീട്ടിൽ എന്ത് അധികാരമുള്ളേ? ഈ കാര്യത്തിന് ദുർഗ നിന്നെ ചീത്ത പറഞ്ഞെങ്കിൽ അത് നന്നായി പോയി. അമ്മേ. അതെ, നീ എന്തിനാ ഫോൺ ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചത്? അതിന്റെ ആവശ്യം നിനക്കുണ്ടോ അഷി? അത് ധ്വനിമോള് സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോ ഞാൻ... ധ്വനി സങ്കടപ്പെട്ടോട്ടെ. ഒന്നിന്റെ പേരിലും പൊട്ടിയ ബന്ധങ്ങളൊന്നും ചേർത്ത് വെക്കാൻ നോക്കണ്ട. അതിന്റെ ആവശ്യമില്ല. എത്ര പാടുപെട്ടിട്ട് ഞാൻ പൂർണിമ സഞ്ജയ് ഒന്ന് പിരിച്ചെന്നറിയും. അല്ല, അമ്മ എന്താ പറഞ്ഞേ? അതായിരുന്നു എന്റെ ലക്ഷ്യം. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളും നടന്നു. അമ്മാള് കൊള്ളാലോ. എല്ലാം നിനക്കും പൃഥ്വിക്കും വേണ്ടിയാ. പൂർണിമയും സഞ്ജയും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല. പറ്റുമെങ്കിൽ താരയും സഞ്ജയും തമ്മിൽ കല്യാണം കഴിക്കുവാനുള്ള വേണ്ട സഹായം ചെയ്യുകയും വേണം. അമ്മ ടെൻഷൻ ആവണ്ട. ഇനി ഒരിക്കലും സഞ്ജയ് വീട്ടിലേക്ക് തിരിച്ചു വരില്ല. ആ പൂർണിമയുമായി ഒന്നിക്കുകയില്ല. മിടുക്കി, അങ്ങനെ പറ. ഇപ്പോഴാ നീ എന്റെ മരുമകളായത്.
ഏയ് അങ്ങനൊന്നുമില്ല, ചേച്ചിക്ക് വെറുതെ തോന്നിയതാ. വേണ്ട കിരൺ, എന്നോട് നുണ പറയണ്ട. ഞാൻ വിളിച്ചത് കേട്ടിട്ട് പോലും ഒന്നും മിണ്ടാതെ ദുർഗ കയറിപ്പോയത്. അവളുടെ മനസ്സിൽ എന്തോ ഉണ്ടെന്നുള്ളത് ഉറപ്പാ. അത് പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? ഞാൻ പറഞ്ഞ സത്യം ചേച്ചി, അങ്ങനൊന്നുമില്ല. പിന്നെ വരുന്ന വഴിക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോ അതാവും അങ്ങനെ പോയത്. ശരി, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം ഓർത്തോ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് വലിച്ചു നീട്ടാതെ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം, കേട്ടോ? ചേച്ചി പറയുന്ന പോലെ ഒരു വഴക്ക് ഞങ്ങൾക്കിടയിലില്ല, സത്യം. ചേച്ചിക്ക് ഇനിയും വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ദുർഗയെ വിളിക്കാം. ദുർഗ. അല്ല, വേണ്ട വേണ്ട. കിരൺ പറയുന്നൊക്കെ എനിക്ക് വിശ്വാസാ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടാവുന്നത് സാധാരണ. പക്ഷേ അതൊരിക്കലും വലുതാവാൻ പാടില്ല. അങ്ങനെ വലുതായി പരസ്പരം അകന്നാ പിന്നെ ഒരിക്കലും യോജിക്കാനാവാത്ത വിധം അകന്നു പോവും. നിങ്ങൾ രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് എന്നെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന എന്റെ ആഗ്രഹം. ചേച്ചി പറയുന്നത് എനിക്ക് മനസ്സിലായി. പക്ഷെ ചേച്ചി കരുതുന്ന പോലെ ഒരു പ്രശ്നവും ഞങ്ങൾക്കിടയിലില്ല. സത്യം, സത്യം.